ഹായ് ആൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ എൻ്റെ ഉച്ചവരെയുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ സെറാമിക്കിൻ്റെ ടീ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീ ഗ്ലാസിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സെറാമിക്കിൻ്റെ ആണ്. അപ്പോൾ ഇത് ആദ്യം വന്ന പ്രോഡക്റ്റ് കേട്ടോ. ഇത് ഞാൻ മടക്കി അയക്കേണ്ടി വന്നു. ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഡാമേജ് വന്നിരുന്നു കേട്ടോ, ചെറുതായിട്ട് ചിപ്പ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. നല്ല സെറാമിക്കിൻ്റെ 6 ടീ ഗ്ലാസ്സുകളും അതിനുള്ളൊരു സ്റ്റാൻഡും ആയിരുന്നു കേട്ടോ. നല്ല പാക്കേജിങ്ങും ഒക്കെ തന്നെ ആയിരുന്നു. കൊറിയർ ചെയ്തതൊക്കെ നല്ല വെൽ പാക്കേജ് തന്നെ ആയിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത് അറിയില്ല, ചെറുതായിട്ടൊന്ന് ചിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് മടക്കി അയച്ചു. നമ്മൾ ചെറിയൊരു വൃത്തിയായിട്ട് വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ രണ്ടാമത് വാങ്ങിയത് നല്ല ഹൈ ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. നല്ല ഫിനിഷിങ്ങും ഇതിനെക്കാളും ഒന്നും കൂടെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി ഇത് ചിപ്പ് ചെയ്ത് പോയി മടക്കി അയക്കേണ്ടി വന്നത് നന്നായി എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിനേക്കാളും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. ഇത് സാധാരണ ടീ കപ്പിൻ്റെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടല്ലോ ചായ കുടിക്കണ, ആ ഒരു സൈസിലുള്ള ഗ്ലാസ്സാണ് കേട്ടോ. 170 ml ഗ്ലാസ്സാണ്. നല്ല കറക്റ്റ് സൈസാണ് കേട്ടോ ചായ കുടിക്കാനൊക്കെ. ഞാനൊരു ചായ ഫാനാണ്, നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ ചായൻ്റെ ഫാനാണ് ഞാനിത് പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതാ ഈ കപ്പാണ് നല്ലത് കേട്ടോ. ഒരുപാട് ചായ കുടിക്കാത്തതാണല്ലോ നല്ലത്. അപ്പോൾ ഇതാ ഈ ഒരു മഞ്ഞ കപ്പിൽ ചെറുതായിട്ട് ഒന്ന് ചിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് അയച്ചതിൻ്റെ ശേഷം എന്തോ കുലുങ്ങുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചറിയില്ല. ഏതായാലും ഈ പ്രോഡക്റ്റ് ഞാൻ മടക്കി അയക്കണം കേട്ടോ. മടക്കി അയച്ച് പിറ്റേ ദിവസം തന്നെ അവർ കൊണ്ടുപോയി റീഫണ്ടും കിട്ടി. ആ പൈസ കൊണ്ട് തന്നെ ഞാൻ വേറെ വാങ്ങുകയും ചെയ്തു കേട്ടോ. അതും 2 ദിവസം കൊണ്ട് തന്നെ വന്നു കേട്ടോ. ഇതാണ് ആ പ്രോഡക്റ്റ്. നല്ല ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരൊക്കെ കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല പാക്കേജിങ്ങും വരുന്നത്, നല്ല എന്താ പറയുക, അതേ സൈസ് തന്നെ 170 ml തന്നെ ആയിരുന്നു. കുറച്ചും കൂടി ഒരു ഫിനിഷിങ് ഉണ്ട് കേട്ടോ. ഫിനിഷിങ്ങും അതുപോലെ തന്നെ ആ ഒരു സെറാമിക് കോട്ടിങ് ഉണ്ടല്ലോ, ആ മിനുസപ്പെടുത്തിയ ഒരു കോട്ടിങ്, അത് ഫുള്ളായിട്ട് ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്ത പോലെയായിരുന്നു കേട്ടോ, മുക്കിയെടുത്ത പോലെയായിരുന്നു. മറ്റേതിന് നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ ആയിരുന്നില്ല. ബാക്ക് സൈഡൊന്നും ആ കോട്ടിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചില ബോൺ ചൈനൻ്റെ ഒക്കെ സംഭവങ്ങൾ കാണാമല്ലോ, അങ്ങനെ വിള്ളൽ വരുന്നത്, അതേപോലെ വരും തോന്നിയിട്ട്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ 6 ഗ്ലാസ്സും ഒരു സ്റ്റാൻഡ് വരുന്നത്. ഇതിങ്ങനെ റാക്കിൽ വെക്കുമ്പോഴും ഒരു ഭംഗിയാണ്. പിന്നെ അതുമല്ല നമുക്ക് ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ചായ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇവിടെ കാക്കാക്ക് എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ടാവും. ചായ പരിപാടി എപ്പോഴും ഉണ്ട് കേട്ടോ, ചായ കൊടുക്കൽ. അപ്പോൾ ഒക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് സൈസുമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രോഡക്റ്റ്. IFPൻ്റെ 30 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മൈക്രോവേവ് വാങ്ങിയിട്ടോ. മൈക്രോവേവ് മാത്രമല്ല, മൈക്രോവേവ് കൺവെൻഷൻ ഗ്രില്ലിൻ്റെ കോംബോ ആണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ്, കണ്ടിട്ട് നല്ല പ്രൊഡക്റ്റാണ്. ഇനി കുറച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ. സംഭവം കാണാനൊക്കെ നല്ല സ്പേഷ്യസും നല്ല പ്രൊഡക്റ്റാണ്. അതിൻ്റെ കൂടെ വന്നിട്ടുള്ള കേട്ടോ ഈ ഒരു സെറ്റ്. ഞാൻ വാങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ ഉണ്ടോയെന്നൊന്നും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെന്നാണ് തോന്നുന്നത്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിയിട്ട് മിനിഞ്ഞാന്നായിട്ടാണ്, ആ ലാസ്റ്റ് വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുത്ത അന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ വന്നു പ്രോഡക്റ്റ്. നല്ല സേഫായിട്ടാണ് കൊറിയറൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ കൂടെ ഉള്ളത് നമുക്ക് മൈക്രോവേവ് യൂസ് ചെയ്യാൻ പറ്റിയ 2 പാത്രങ്ങൾ. പിന്നെ ഇത് നമ്മൾ പൊറോട്ട ഒക്കെ ചൂടാക്കുമ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുമായി ഈ സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റീം കയറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പൊറോട്ട അതേപോലെ സ്റ്റീം ചെയ്തെടുക്കുന്ന സംഭവങ്ങൾ, റൊട്ടി ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു സ്പാച്ചുലുണ്ട്. അതേപോലെ തന്നെ ഇഡ്ഡലി മേക്കറാണ് കേട്ടോ. അതുകൊണ്ട് ഇഡ്ഡലി മേക്ക് ചെയ്യലൊക്കെ കണക്ക് തന്നെ ആയിരിക്കും. അല്ല, നമുക്ക് സാധാരണ ഇഡ്ഡലി കുക്കറിൽ ചെയ്യുന്ന പോലെ സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യാറില്ല, വേറെ എന്തിനെങ്കിലൊക്കെ യൂസ് ചെയ്യുക. കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ചെറിയ ബോക്സിലുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഓവന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ.
ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് IFPൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വരും കേട്ടോ. എനിക്കിത് ഡെലിവറി ആയ ഉടൻ തന്നെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോയിൻമെൻറ്റിൻ്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പൊട്ടിക്കണം കേട്ടോ. എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കണമല്ലോ. പിന്നെ അവർ വിളിക്കുമ്പോൾ നമുക്ക് വിളിക്കും, അവർ എവിടെ ലൊക്കേഷൻ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല, നമുക്ക് ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ വന്ന് നോക്കിയതായിട്ടുള്ള കോഡ് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് മെസ്സേജ് വരും, അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ അവർ വരും. അത് ഇതാക്കിയിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനങ്ങനെ ചെയ്തത്, എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഓണാക്കി വെള്ളമൊക്കെ വെച്ചു നോക്കിയിട്ടാണ്. നമ്മൾ മൈക്രോവേവ് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഒന്നും വെക്കാതെ വർക്ക് ചെയ്യിപ്പിക്കരുത് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം എന്തെങ്കിലും വെച്ചിട്ട് വേണം വർക്ക് ചെയ്യിപ്പിക്കാൻ. 1 മിനിറ്റ് സെറ്റ് ചെയ്തൊന്ന് വെച്ച് നോക്കിയിട്ടാ, ചൂടാവുന്നുണ്ടോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ല പ്രോഡക്റ്റാണ്. ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇതാ നമുക്ക് ഡ്രിങ്കിങ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ളത് പോപ്കോൺ, റൈസ്, കേക്ക്, പിസ്സ, കുക്കീസ്, ബാർബിക്യൂ, പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ളത്, റീഹീറ്റ് ചെയ്യാനുള്ളത് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നല്ലതാണ് കേട്ടോ, കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസമല്ല, ഒരു 1-2 മാസമെങ്കിലും യൂസ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ പറ്റുള്ളൂ കേട്ടോ. വാങ്ങാന്നൊക്കെ പറയണമെങ്കിൽ, റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ, റിവ്യൂ പറയണമെങ്കിൽ അത് ഇതാക്കണം. അത് നന്നായിട്ട് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു മിനിറ്റ് കൊണ്ട് തന്നെ. അടിപൊളിയാണ്. ഞാനിത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒരു നൂഡിൽസ് ഉണ്ടാക്കി നോക്കിട്ടോ. വെറുതെ മൈക്രോവേവ് സർഫ് ആയിട്ടുള്ള പാത്രത്തിൽ. അതിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് ഒരു ട്രേ. നമുക്ക് പിസ്സ ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് പോൾട്രി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് 2 സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ റോട്ടിസറി സെറ്റും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ 17 വർഷമായിട്ട് ഇതിൻ്റെ കൂടെ ഉള്ള ആളാണ് കേട്ടോ. റിപ്പയർ ചെയ്ത് കണ്ടില്ല, ഇവിടെ അകൽച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ നല്ല ഉപയോഗിച്ച് ഇങ്ങനെ തഴങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് മൈക്രോവേവ് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കി. ഒരു ബ്ലോക്ക് എടുത്തിട്ടിട്ട് അതിലേക്കുള്ള വെള്ളം ഒഴിച്ച് അതിൻ്റെ മസാല ഇട്ടിട്ട് ജസ്റ്റ് 3 മിനിറ്റ് ഒന്ന് വെച്ചാൽ നൂഡിൽസ് റെഡി ആയിട്ടാണ്. നമ്മൾ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ മഗ് കേക്ക് ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെ സിയൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ മൈക്രോവേവ് കേടായ കാരണം അതൊക്കെ മുടങ്ങിയിരിക്കുകയായിരുന്നു. മറ്റേത് അവൾ വൈകുന്നേരം ഓരോ തോന്നലാണ് അവൾ ചിലപ്പോൾ മഗ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കൂട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിച്ചണിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊരു പ്രോഡക്റ്റ് കൂടി വരാനുണ്ട് കേട്ടോ. ചെറിയ ഒരു ചോപ്പർ, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളകൊക്കെ ചെറുതായിട്ട് കൊത്തി അരിയേണ്ട ആവശ്യം വരും അല്ലേ, അതിന് യൂസ് ചെയ്യുന്നത്. അത് വന്നിട്ടില്ല കേട്ടോ. വന്നിട്ട് ചെയ്യുക ഈ വീഡിയോ എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ അത് വൈകുന്നേരമൊക്കെ ആയിരിക്കും വരിക എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ കിച്ചണിക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് കുക്കർ ബിരിയാണിയാണ് കേട്ടോ. കുറച്ച് അടുക്കി പെറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അഗാറോൻ്റെ ബുള്ളറ്റ് മിക്സർ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിൽ മെയിനായിട്ടൊരു കാര്യം വിട്ടുപോയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു ഫുഡ് പ്രോസസ്സർ ഇതുണ്ട് കേട്ടോ, ചോപ്പറുണ്ട്. ഫുഡ് പ്രോസസ്സർ എന്നാണോ പറയാ, എന്താണ് എനിക്കറിയില്ല. നമ്മൾ പച്ചക്കറി അരിയാനൊക്കെ ഉള്ള സംഭവം ഉണ്ട് കേട്ടോ. ആ ഒരു ജാറ് അവരതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു പ്രോഡക്റ്റ് നോക്കിയപ്പോഴൊന്നും ആ ഒരു ഓഫർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് അന്ന് കുറച്ച് ദിവസത്തേക്ക് വന്നതായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് സെലീന, അവൾ ആർക്കോ വാങ്ങാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി അത്യാവശ്യം കൂടുതലായിട്ട് അരിയണമല്ലോ. അപ്പോൾ അത് അതിൽ അരിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അതിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതുണ്ട്. ഞാൻ ഈ ഒരു ആവശ്യത്തിനാണ് കേട്ടോ വാങ്ങിയത്. നമുക്ക് പാത്രങ്ങൾ ചില സമയത്ത് 3-4 പാത്രമേ ഉണ്ടാവുള്ളൂ, ഡിഷ് വാഷർക്ക് വെക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് അപ്പം അങ്ങോട്ട് കഴുകിയിട്ട് റാക്കിൽ അങ്ങനെ വെക്കുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ ഡ്രൈ മാറ്റ് ഇട്ടിട്ട് ഈ ബാസ്ക്കറ്റിൽ ഇറക്കി വെക്കുക ചെയ്യട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വലിയൊരു ബാസ്ക്കറ്റാണ് ഉള്ളത്, സ്റ്റീലിൻ്റെ. അപ്പോൾ അത് എനിക്കൊരു അധികം പറ്റാം. അപ്പോൾ ഞാനതങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈ മാറ്റിൽ ഇങ്ങനെ വെക്കുക ചെയ്യുക, ഡ്രൈ മാറ്റിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബാസ്ക്കറ്റ് വേണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ആഗ്രഹം പോലെ ഒത്തു കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ നല്ല കുറച്ച് സ്ഥലമേ കൺസ്യൂം ചെയ്യുള്ളൂ. നമുക്ക് കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. അതാണ് ആ ബാസ്ക്കറ്റും ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ.
അപ്പോൾ അതാണ് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ്. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഞാൻ അന്ന് ലുലുവിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, പാലക്കാട് ലുലുവിൽ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. പാലക്കാട് ഇപ്പോൾ പുതിയ ലുലു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിയത് കേട്ടോ. അവിടെ വാങ്ങിയ പ്രോഡക്റ്റുകൾ ഒരു പ്രോഡക്റ്റ് ആയിരുന്നത്. അധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഇതും പിന്നെ കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത് കേട്ടോ. നമ്മളെ സിഫിൻ്റെ പ്രോഡക്ട്സും അങ്ങനത്തെ. ഇപ്പോൾ നനച്ചുകുളി ക്ലീനിങ്ങിൻ്റെ ഒരു ടൈമാണല്ലോ, അപ്പോൾ അതൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഞാനത് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് കുക്കർ ബിരിയാണിക്കുള്ള റൈസിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കട്ടെ കേട്ടോ. പെട്ടെന്ന് പണി തീർത്ത് പോവുകയാണ് കേട്ടോ. ഒന്നാമത് മോളുണ്ട്, അപ്പോൾ അവൾക്ക് കുറച്ച് നേരത്തെ ഫുഡ് കൊടുക്കണം. ആൾ രാത്രി ഇന്ന് പഠിച്ചിട്ട് എണീറ്റിട്ടില്ല. ഇനിയിപ്പോൾ ചായൻ്റെ ടൈം കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ചോറ് തിന്നോളൂ എന്ന് വിചാരിച്ചു. ഞാനൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കൊടുത്താൽ പിന്നെ ഇരുന്ന് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയട്ടെ. പാത്രം കഴുകി വെച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ സിമ്പിളായിട്ട് മടക്കി ഫോൾഡ് ചെയ്തെടുത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. 2 കളറിലുണ്ടായിരുന്നു. ഒന്ന് പച്ചയും നീലയും കൂടിയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. ഞാനൊരു സ്റ്റാൻഡേർഡ് കളർ, എൻ്റെ കിച്ചണിക്ക് മാച്ച് ആവുന്ന ഒരു കളർ നോക്കി എടുത്താണ്ട. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കട്ടെ, നല്ലതല്ലേ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ശല്യമല്ലേ. നമുക്ക് ഈ ഒരു ആവശ്യത്തിന് മാത്രമല്ല കേട്ടോ, എന്താവശ്യത്തിനും എടുക്കാം. നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ടൈമൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം ഒന്ന് എടുത്ത് വെക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ വണ്ടിയിൽ കൊണ്ടുപോവാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ യൂസ് ചെയ്യാൻ കൊണ്ടുപോവാം. നല്ല പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഡ്രൈ മാറ്റ് ആകെ വെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റി ഇരിക്കട്ടെ. ഈ ഒരു മാറ്റ് ഉണ്ടല്ലോ, ഞാനന്ന് കാണിച്ചപ്പോൾ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം ഷോപ്പിൽ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ. ഞാൻ കമൻറ്റിൽ കൂടെ മറുപടി ഞാൻ കൊടുത്തിരുന്നു. എന്നാലും ഇപ്പോൾ ഞാൻ പറയണേ, ആ മൂപ്പർക്ക് അറിയില്ല കേട്ടോ ഇത് എന്തിനുള്ള പ്രോഡക്റ്റ് ആണെന്നുള്ള. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനോ ഒക്കെ ഡ്രൈ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ല. മൂപ്പര് എനിക്ക് തോന്നുന്നുണ്ട് ബാത്റൂമിൻ്റെ ഡോറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും. നല്ലോണം വെള്ളം വലിയൂട്ടെ. നമുക്ക് സെയിം സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ ഇതിനുള്ള പ്രോഡക്റ്റ് ആണെന്ന്. പക്ഷേ മൂപ്പർക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അഗാറോൻ്റെ ബുള്ളറ്റ് മിക്സറിനുള്ള ഒരു ജാറും കാര്യങ്ങളൊക്കെ. ഇതങ്ങനെ ഒരു ജാറുണ്ട്. ഇതിലിതാ പച്ചക്കറി ചോപ്പ് ചെയ്യാൻ പറ്റിയ ഇതേപോലത്തെ ഒരു ബ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ കാക്കാക്ക് ചോപ്പറിൽ അരിഞ്ഞാൽ ഇഷ്ടമല്ല, ക്യാബേജൊക്കെ അരിഞ്ഞാൽ പറ്റും, അല്ലാത്ത സാധനങ്ങളൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. അങ്ങനത്തെ ക്യാബേജ്, അങ്ങനത്തെ ക്യാരറ്റ് അങ്ങനത്തെ ഒക്കെ പറ്റും, അല്ലാത്തൊന്നും പറ്റൂല. പക്ഷേ ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, ഈ ഒരു ബ്ലേഡിൽ ഈ ഒരു വശം കൊണ്ട് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ, സവാള കട്ട് ചെയ്താൽ ശരിക്കും നമ്മൾ എങ്ങനെയാണോ കത്തി കൊണ്ട് കട്ട് ചെയ്യണത് അതേപോലെ തന്നെ ഉണ്ടാവും. അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് ഞാൻ ആദ്യം ഒന്നൊന്ന് ക്ലീൻ ചെയ്യട്ടെ. നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു സെറ്റ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ആർക്കും ലിങ്ക് അയക്കാൻ വേണ്ടി നോക്കിയപ്പോഴും ഈ ഒരു കോംബോ ഇല്ല. ഈ അഗാറോൻ്റെ ബുള്ളറ്റ് മിക്സിയും അതിൻ്റെ ജാറുകളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഈ ബ്ലേഡ് തിരിച്ചിട്ടാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ബ്ലേഡുകൾ വരും. ഇങ്ങനെ ഈ ഒരു വശത്തേക്കാക്കിയിട്ടാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്ത പോലെയാണ് വരിക. അതുകൊണ്ട് ഇത് ചോപ്പറിൽ അരിഞ്ഞതാണ് അല്ലെങ്കിൽ സ്ലൈസറിൽ അരിഞ്ഞതാണെന്നൊന്നും മനസ്സിലാവില്ല ഉള്ളി കണ്ടാലിട്ട്. അപ്പോൾ പ്രശ്നമില്ല, കുഴപ്പമില്ല. ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, സ്ലൈസറിൽ ഉള്ളി അരിഞ്ഞെടുത്താൽ നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഉള്ളി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നമുക്കറിയോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ കട്ട് ചെയ്താൽ നമ്മൾ കത്തി കൊണ്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാൽ ഇങ്ങനെ അതേ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അത് 5 ഉള്ളി ഞാൻ 1 മിനിറ്റ് ആയിട്ടില്ല അരിഞ്ഞെടുക്കാനായിട്ട്. അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അന്നത് കാണിക്കാനും പറയാനായിട്ട് വിട്ടുപോയത്. ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിക്കാമെന്ന് വെച്ചു. അതാണിപ്പോൾ ഇന്ന് അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ലിങ്കിനോട് ചോദിക്കരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ അഗാറോൻ്റെ ബുള്ളറ്റ് മിക്സിൻ്റെ ലിങ്ക് തരാം. പക്ഷേ ഈ ഒരു കോംബോ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സമയത്ത് എന്തോ ഓഫറിൽ വന്നതാ തോന്നുന്നുണ്ട്. പിന്നെ ഈ സംഭവം കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, സെലീന ചോദിച്ചിരുന്നു എന്നോട് ലിങ്ക്. ഞാൻ അന്ന് കുറേ തപ്പി. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളത് ഇല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ കത്തി കൊണ്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ എങ്ങനെയാണ് അതേ ഒരു രീതിയിലാണ് കേട്ടോ സവാള കിട്ടുക. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. സിമ്പിളായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനും പറ്റും. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് കുക്കർ ബിരിയാണി വെക്കട്ടെ കേട്ടോ.
കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വ്ളോഗിൽ 2-3 വ്ളോഗിൽ ഞാൻ കുക്കർ ബിരിയാണി കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏതൊക്കെയോ ഡേ ഇൻ മൈ ലൈഫിൽ 1-2 ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കുക്കർ ബിരിയാണി ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നുണ്ട്. എന്തായാലും ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കുക്കർ ബിരിയാണി, ഈ ഒരു കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. സൂപ്പറാണ്. നല്ല ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. കുറച്ച് സമയം മതി നമുക്ക് ധൃതി പിടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ധൃതിയിൽ ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വിരുന്നുകാർ വരികയാണെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. പിന്നെ എന്തൊക്കെയാങ്ങളൊക്കെ വിശേഷങ്ങൾ, നനച്ചുകൂളിയൊക്കെ എവിടെ എത്തി, റമദാൻ്റെ ഒരുക്കങ്ങളും ഒക്കെ എവിടെ എത്തി എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക കേട്ടോ. ഞാനതിൻ്റെ ഇടയിൽ നനച്ചുകൂളിപ്പടി എന്നൊക്കെ പതുക്കെ ഒന്ന് വിട്ട് നിന്നാട്ടോ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും എനിക്ക് അലർജി പ്രശ്നങ്ങളും വയറിളൊക്കെ ഉള്ളതാണെന്ന്. ഇതിനെന്താ സംബന്ധിച്ച് കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ പിന്നെ ഞാൻ നിർത്തിയിട്ടോ. അപ്പോൾ നമുക്ക് റെഡിയാക്കിയ റെസിപ്പി ഞാൻ പറയണില്ല കേട്ടോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഞാൻ ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരു പ്രോഡക്റ്റും കൂടി വരാനുണ്ട്. പക്ഷേ അത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു പ്രോഡക്റ്റും കാണിക്കട്ടെ. എനിക്ക് നല്ല യൂസ്ഫുൾ ആവും തോന്നിയത് അതാ വാങ്ങിയത്. വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. പ്രോഡക്റ്റ് വരും എന്നിട്ട് കാണിക്കാം. അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ബാക്കി സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇതുവരെ കാണാനില്ല. ഇപ്പോൾ വൈകുന്നേരമായിരിക്കും വരിക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെയാണ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അഭിപ്രായങ്ങളും എന്തൊക്കെ വീഡിയോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നും നിങ്ങൾക്ക് എങ്ങനത്തെയൊക്കെയോ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഏത് തിരക്കിട്ട സമയത്താണെങ്കിലും ഞാൻ കമൻറ്റ് വായിക്കലും ഇതിന് റിപ്ലൈ കൊടുക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്തിനോട് ചോദിക്കാണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ വിശേഷങ്ങളും ഒക്കെ അറിയിക്കുക. ഞാൻ പറഞ്ഞല്ലോ റമദാൻ്റെ ഒരുക്കങ്ങളും മക്കളെ എക്സാമും സ്റ്റഡി ലീവും ഒക്കെ എല്ലാത്തിൻ്റെയും ടൈമാണല്ലോ. അപ്പോൾ എല്ലാ വിശേഷങ്ങളും പറയാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും, ഉപകാരപ്പെടുന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗ് ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.